ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VSc BA 4ാം സെമസ്റ്ററിൽ സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ പഠിക്കാനുണ്ട് നമുക്ക്. ആ കഥയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ടി പത്മനാഭൻ്റെ ഏറെ ശ്രദ്ധേയപരമായിട്ടുള്ളൊരു കഥയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി. ഈ കഥയിൽ കഥാപാത്രങ്ങൾക്ക് പേരില്ല എന്നുള്ളതാണ് കഥയുടെ സവിശേഷത. അയാളെന്നും അവളുമെന്നും പറയുന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്തത് എല്ലാവരുടെയും സർവരുടെയും കഥയായി വികസിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കഥയിലേക്ക് കടക്കുമ്പോൾ ഒരു വർഷം മുൻപുള്ള ഒരു ഓർമ്മകളിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഒരു വർഷം മുൻപ് സിനിമാ തിയേറ്ററിൽ വെച്ച് പരിചയപ്പെട്ട 6ാം ക്ലാസ്സുകാരിയെയാണ് കഥാനായകൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. അയാൾ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ദിവസമായിരുന്നു ആ ദിവസം. അങ്ങനെ അദ്ദേഹം തൻ്റെ ബാല്യം പോലും സന്തോഷകരമല്ലായിരുന്നു എന്നും എല്ലാ വേദനകൾക്കും അവസാനം കുറിക്കാൻ ആത്മഹത്യ ചെയ്യുക, വിഷം കടിച്ചു മരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ മുൻപ് അയാൾ നടന്ന വഴികളിലൂടെയൊക്കെ വീണ്ടും നടക്കുന്നുണ്ട്. സ്നേഹിച്ച കുറച്ച് മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരോടൊക്കെ അവസാനമായി കണ്ട് യാത്ര പറഞ്ഞ് ഒരു സിനിമ കാണാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ സിനിമാ തിയേറ്ററിൽ വച്ചിട്ടാണ് ഈ കുട്ടിയെ ആദ്യമായി അയാൾ കാണുന്നത്. മുൻപരിചയമൊന്നുമില്ലാതിരുന്ന അയാളോട് ആ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. ഒരു വിദേശ സിനിമയായിരുന്നു കാണുന്നത്. ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, സിനിമയുടെ കഥ പറഞ്ഞു തരാമോ? ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള ചോക്ലേറ്റ് അതിൻ്റെ ഒരു പങ്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാട്ടുപാടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിരിയുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവളുമായി കുറച്ച് സമയം ചിലവഴിച്ചു എങ്കിലും അദ്ദേഹത്തിനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. ഒരു 6ാം ക്ലാസ്സുകാരി എങ്ങനെയാണ് വ്യക്തിയെ സ്വാധീനിച്ചത് എന്ന് കഥയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞുള്ള സഞ്ചാരത്തിൻ്റെ ഇടയിൽ ആ നഗരത്തിൽ ആ മനുഷ്യൻ വീണ്ടും എത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിൽ എന്നോ തന്നെ പിരിഞ്ഞു പോയ അമ്മയാണ് ഈ നഗരമെന്നും അത്രത്തോളം ആത്മബന്ധമുണ്ട് ഈ നഗരത്തിനോടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആത്മഹത്യ തീരുമാനമെടുക്കുമ്പോൾ ജീവിതത്തിലെ കുരുക്കുകളൊന്നും തനിക്ക് അഴിക്കാൻ കഴിയില്ല എന്ന തോന്നലായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. എന്നാൽ ആ പെൺകുട്ടിയോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അയാളെ കുറേയൊക്കെ പിഞ്ചിന്തിപ്പിക്കാൻ, നിർമ്മലപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിഷാദവും നിരാശയും സങ്കടങ്ങളുമൊക്കെ മുറ്റിനിന്ന ദിവസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സ് ഇപ്പോഴും പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലും അസ്വസ്ഥം തന്നെയാണ്. ഹൃദയത്തിൽ പഴയ പോലെ മുറിവുകൾ പൊട്ടിച്ചോര കിനിയുന്നുണ്ടെന്നും ഒക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓർക്കുകയാണ്. ആ സമയത്താണ് കടലോരത്തു കൂടി അവൾ നടന്നു വന്നത് എന്ന് പറയുന്നുണ്ട്. കൂടെ അനുജനും അനുജത്തിയും ഒപ്പമുണ്ടായിരുന്നു. തമാശ പറഞ്ഞും ചിരിച്ചും ജീവിതത്തിൻ്റെ ലാഘവത്വം പ്രസരിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനിങ്ങനെ കടന്നു പോവുകയാണ്. അയാൾ കാണുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ഈ കഥയിൽ നിന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് രൂപത്തിലാണ് പിന്നീട് ആഖ്യാനം എന്നുള്ളത്. എന്താണ് തൻ്റെ ആത്മസംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണമെന്നും അയാൾ ചിന്തിക്കുന്നുണ്ട്. അയാൾക്ക് ജീവിതത്തോടുണ്ടായിരുന്ന ഒരു വീക്ഷണം തന്നെ അത്തരത്തിലായിരുന്നു എന്ന് പിന്നീട് പറയുന്നുണ്ട്. ബന്ധങ്ങളെ ആഴമുള്ളവയായി അയാൾ അനുഭവിച്ചിട്ടില്ല. ഈ ബന്ധങ്ങളൊക്കെ ഒരു കെണിയാകുമോ എന്നുള്ള അയാളുടെ അകാരണമായിട്ടുള്ള ഭയം. എല്ലാവരും അഭിനയിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ലോകത്തിന് വേണ്ടപ്പെട്ടവനല്ല ഞാനെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് മരണത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുൻധാരണകളോടെയാണ് അയാൾ ജീവിതത്തെ നയിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തെ അദ്ദേഹം വായിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതം അയാൾക്ക് വേദനയായിരുന്നു. എന്നാൽ പെൺകുട്ടി അയാളുടെ ജീവിതത്തെ തെളിച്ചമുള്ള ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അപരിചിതനായിട്ടുള്ള ആ വ്യക്തിയോട് വളരെ അടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ട്.
കാഴ്ചകളെ സ്വാധീനിക്കുന്നത് യഥാർത്ഥ കാഴ്ചകളല്ല എന്നും നമ്മുടെ കാഴ്ചപ്പാടുകളാണ് എന്നും പറയുന്നു. കണ്ണട കാഴ്ചയ്ക്ക് കൂടുതൽ തെളിച്ചം മാത്രമല്ല മങ്ങലും ഉണ്ടാക്കാമെന്ന് പറയുന്നു. കാരണം അഴുക്ക് പുരണ്ട ചില്ലിലൂടെ പുറം ലോകത്തേക്ക് കാണുമ്പോൾ അത് മങ്ങലായി അനുഭവപ്പെടുമെന്ന് പറയുന്നു. ഈ കണ്ണട ഒന്ന് വെച്ച് നോക്കൂ എന്ന് അവൾ കൂടുതൽ തെളിച്ചമുള്ള ഒന്ന് അയാൾക്ക് നൽകുന്നുണ്ട്. അയാളിൽ ആ സമയം ശുഭപ്രതീക്ഷയുടെ വേരുകൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ ശുഭചിന്തയുടെ ഒരു പുനരുജ്ജീവനമാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നുള്ളത്. പ്രകാശം പരത്തുന്ന കുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല. ഒരുപക്ഷെ 400-500 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം. ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരിവിൽ സംശയിച്ചു നിൽക്കുകയായിരിക്കാം. അപ്പോഴാണ് നീ പൊയ്ക്കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഥ അവസാനിപ്പിക്കുന്നത്. സമൂഹത്തിന് മുഴുവനായിട്ടൊരു ശുഭാപ്തി ചിന്ത നൽകിക്കൊണ്ടാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കഥ അവസാനിക്കുന്നത്. അപരിചിതനോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന അവളുടെ മാനസികാവസ്ഥ ലോകത്തെ കെട്ടിപ്പിടിക്കാനുള്ള മാനുഷിക ഭാവത്തെയാണ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. പ്രകാശം എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. അത് പ്രസരിക്കുന്ന വിളക്കിനേക്കാൾ പരിസരത്തെ തെളിച്ചമുള്ളതാക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശം ആ പെൺകുട്ടിയിലൂടെ കഥാകൃത്ത് നമുക്ക് തരുന്നുണ്ട്. മനുഷ്യനൊരടഞ്ഞ ലോകമല്ല എന്നും പരസ്പരം കെട്ടുപിണഞ്ഞ അനേകരുടെ കൂട്ടമാണ് എന്നും ഈ കഥ പറയുന്നു. അത്തരം കൂട്ടങ്ങളിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് ജീവിതം ഏറ്റവും സുന്ദരമാകുന്നത് എന്നും അതിൽ നിന്ന് വിട്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നു എങ്കിൽ അയാൾ സ്വയം തൻ്റെ വേരുകളും ചില്ലകളും മുറിച്ച് ഉണങ്ങാൻ വിട്ടുകൊടുക്കുകയാണ് എന്ന് കൂടി ഈ കഥയിൽ വായിക്കാം. ഇതാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഓരോ പെൺകുട്ടിയും നമുക്കുള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നാം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.